ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇഫോം ലേണിംഗ് ആപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സെൻസറി ഓർഗനായ ഇയറിനെ പറ്റിയാണ്. ആദ്യം നമുക്ക് ഇയറിൻ്റെ അനാറ്റമി നോക്കാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം അനാറ്റമി ഓഫ് ഇയർ. ഇയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അത്ഭുത ഓർഗനാണെന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ സൗണ്ട് കേൾക്കുന്നത് സൗണ്ട് വൈബ്രേഷൻസിൻ്റെ ഫോമിലാണ്, അഥവാ സൗണ്ട് വേവ്സിൻ്റെ ഫോമിലാണ് നമ്മുടെ ചെവിയിലേക്ക് ഈ സൗണ്ട് വരുന്നത്. പക്ഷേ ഈ ഒരു സൗണ്ട് കേട്ടു എന്ന ഒരു ഫീല് നമുക്ക് വരണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ബ്രെയിൻ അറിഞ്ഞിരിക്കണം. ബ്രെയിനിൽ ഈ മെസ്സേജ് എത്തിയാൽ മാത്രമേ നമുക്കൊരു പെർട്ടിക്കുലർ സൗണ്ട് കേട്ടു എന്ന ഫീല് വരും. ബ്രെയിനിലേക്ക് ഒരിക്കലും സൗണ്ട് വൈബ്രേഷൻസ് അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ബ്രെയിനിൽ എല്ലാ കാര്യവും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതേതാണ്? നർവ് ഇമ്പൾസ് അഥവാ ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ഫോമിൽ മാത്രമേ ബ്രെയിനിലേക്ക് നമുക്ക് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇയർ എന്ത് ചെയ്യും? ഇയറിൻ്റെ ഏറ്റവും ഇന്നർ പോർഷൻസിൽ വെച്ചിട്ട് നമ്മുടെ ചെവിയിലേക്ക് വരുന്ന സൗണ്ട് വൈബ്രേഷൻസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് അഥവാ നർവ് ഇമ്പൾസായിട്ട് കൺവേർട്ട് ആക്കപ്പെടും. സോ വൺ ഫോം ഓഫ് എനർജീനെ മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. സോ ഒരു സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആണ് നമ്മുടെ ഇയർ എന്ന് പറയാം. ഓക്കെ, ഇനി അനാറ്റമിക്കലി നമ്മുടെ ഇയറിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ആദ്യം എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിലാണ് ഓറിക്കിൾ അഥവാ പിന്ന, എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, ടിംബാനിക് മെംബ്രെയിൻ ഓർ ഇയർ ഡ്രം, ഈ 3 ഭാഗങ്ങൾ വരുന്നത്. നമുക്ക് ഇമേജിലേക്ക് പോവാം. ഇവിടെ ചില ടെക്സ്റ്റിൽ എക്സ്റ്റേണൽ ഇയറിന് പകരം ഔട്ടർ ഇയർ എന്ന് കൊടുക്കാം, ഇന്നർ ഇയറിന് പകരം ഇൻറ്റേർണൽ ഇയർ എന്നും പറയാം. ഏതെഴുതിയാലും അത് ശരിയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഓറിക്കിൾ അഥവാ പിന്നയാണ്. അതായത് നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുന്ന ചെവിയുടെ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഓറിക്കിൾ ഓർ പിന്ന. ഇനി നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കിയാൽ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കനാൽ പോലെ നമുക്ക് കാണാൻ പറ്റും. അത്ര നീളത്തിൽ കാണാൻ പറ്റില്ല എങ്കിലും ആ കനാലിനെ, ആ ഒരു പാസേജ് വേനെ പറയുന്ന പേരാണ് ഇയർ കനാൽ, അല്ല എങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ. കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നതാണ്. ഈ പാസേജ് വേ ചെന്ന് ചേരുന്നത് ഒരു ചെറിയ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മെംബ്രെയിനിലാണ്. ആ മെംബ്രെയിനെ നമ്മൾ പറയും ടിംബാനിക് മെംബ്രെയിൻ ഓർ ഇയർ ഡ്രം. നമ്മൾ കേട്ടിട്ടില്ലേ തമാശയ്ക്കൊക്കെ ചിലർ പറയുന്നത് ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുമോ എന്നൊക്കെ. ഈ ചെവിക്കല്ലെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഇയർ ഡ്രമ്മിനെയാണ് ഉദ്ദേശിക്കുക. നല്ല ശക്തിയായിട്ട് ഈ കവളിനിട്ടൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ചെവിക്കല്ല് പൊട്ടിപ്പോകുന്നത്. സോ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ് ഇയർ ഡ്രം. ദെൻ അടുത്ത ഭാഗം മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ വരുന്നതാണ് ഓഡിറ്ററി ഓസിക്കിൾസ്. ഓഡിറ്ററി ഓസിക്കിൾസിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ബോഡിയിൽ ഉള്ള എല്ലാ ബോണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ബോണ് ഈ ഓഡിറ്ററി ഓസിക്കിൾസ് ആണ്. ഇതിൽ 3 ബോണുകളാണ് വരുന്നത് ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന പേരിൽ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരും സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി അതുകൂടാതെ ഓവൽ വിൻഡോ, യൂസ്ട്രേക്കിയൻ ട്യൂബ്, ഈ 3 ഭാഗങ്ങളാണ് മിഡിൽ ഇയറിൽ നമുക്കുള്ളത്. ഇമേജിൽ നോക്കിയാൽ ഓഡിറ്ററി ഓസിക്കിൾസ്, ഓസിക്കിൾസ് മീൻസ് ബോൺസ്. ഇമേജിൽ ഓഡിറ്ററി ബോൺസ് നമുക്ക് കാണാം. ചെറിയ ടൈനി 3 ബോൺസുകൾ ഒരുമിച്ചിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ യൂസ്ട്രേക്കിയൻ ട്യൂബ് കാണാം. നമ്മുടെ മിഡിൽ ഇയറിനെയും അതേപോലെ നെയ്സോ ഫാരിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന
ഒരു കനാലാണിത്. ഇതിൻ്റെ ഫങ്ഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നെയ്സോ ഫാരിങ്സ് എന്ന് പറയുന്നത് ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൗത്ത് കഴിഞ്ഞ് കാണുന്ന ത്രോട്ട് എന്ന ഭാഗമാണ്. ആ ഫാരിങ്സിനെ നമ്മൾ മൂന്ന് അനാറ്റമിക്കൽ റീജിയൻ ആക്കി തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും നെയ്സോ ഫാരിങ്സ് എന്ന് കേട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ ത്രോട്ട് പോർഷൻ, അതാണ് ഫാരിങ്സ്, അതിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. നെയ്സൽ ക്യാവിറ്റിയുടെ പുറകിൽ വരുന്ന ഈ ഒരു ത്രോട്ടിൻ്റെ ഭാഗത്തിനെ നെയ്സോ ഫാരിങ്സ് എന്ന് പറയും. ഓറൽ ക്യാവിറ്റിയുടെ ബാക്ക് പോർഷനിൽ വരുന്ന ഫാരിങ്സിൻ്റെ ത്രോട്ടിൻ്റെ പോർഷനെ ഓറോ ഫാരിങ്സ് എന്ന് പറയും. പിന്നെ നമ്മുടെ ലാരിങ്സ്, വോയിസ് ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം, അവിടെ ആ ഭാഗത്തിന് ബാക്കിലുള്ള ഫാരിങ്സിൻ്റെ പോർഷനെ നമ്മൾ ലാരിംഗോ ഫാരിങ്സ് എന്ന് പറയും. അപ്പോൾ ഈ നെയ്സോ ഫാരിങ്സിനെയും മിഡിൽ ഇയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കനാലായിട്ടാണ് അല്ലെങ്കിൽ ഒരു ട്യൂബായിട്ടാണ് യൂസ്റ്റേക്കിയൻ ട്യൂബിനെ കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ യൂസ്റ്റേക്കിയൻ ട്യൂബ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ വരും സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇമേജിലേക്ക് വരാം. മിഡിൽ ഇയറിൽ നമ്മൾ പറഞ്ഞു ഓഡിറ്ററി ഓസിക്കിൾസ്. നിങ്ങൾക്ക് ഇമേജിൽ കാണുന്ന പോലെ ചെറിയ ടൈനി ബോണുകളാണ്, ഒന്നിൻ്റെ മേൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഓവൽ വിൻഡോ നമുക്ക് കുറച്ച് ഫോക്കസ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ. നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റേപ്പിസ്, അതായത് മൂന്നാമത്തെ ഓഡിറ്ററി ഓസിക്കിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്പണിംഗ് പോർഷനെയാണ് നമ്മൾ ഓവൽ വിൻഡോ എന്ന് പറയാം. ആക്ച്വലി മിഡിൽ ഇയറിനെ ഇന്നർ ഇയറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഓവൽ വിൻഡോ. പിന്നെ ഈ നീളത്തിൽ പോയിരിക്കുന്നത് യൂസ്റ്റേക്കിയൻ ട്യൂബ്, ഇത് നെയ്സോ ഫാരിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓവൽ വിൻഡോ നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ.